ഹലോ ആയിക്കോട്ടെ മൊഴിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായി നന്നായി. എന്താ വിശേഷിച്ച് നോക്കട്ടെ. കലാമേള ഇത്തവണ ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ സ്കൂളിൽ വെച്ചിട്ടാണ് ഡിസംബർ 21, 22 തീയതികളിൽ. അതിന്റെ നോട്ടീസ് ഒന്ന് തരിക. ഇത് കലാമേളയുടെ നോട്ടീസ്. ഇത് നോക്കിയിട്ട് എല്ലാരും പങ്കെടുക്കുക. എല്ലാരും കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ള. അതെ, അങ്ങനെയൊക്കെ പതിവുണ്ട്. കുട്ടികളൊക്കെ പതിവുണ്ട്. ആട്ടെ, ആ കുട്ടികള് വരൂ. ഞങ്ങളൊക്കെ സൗകര്യത്രികം കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായില്ലേ, അതുപോലെ തന്നെ ഈ കൊല്ലം ഇരിങ്ങാലക്കുടയിൽ വെച്ചിട്ടത്രേ. നോക്കിക്കോളൂ, നിങ്ങള് ഏതിലൊക്കെയാ പങ്കെടുക്കണമെന്ന് നോക്കിക്കോളൂ. ഞാൻ മലയാളം ലളിതഗാനം കൈകൊട്ടിക്കളി. ഞാൻ മലയാള അക്ഷരസ്ഥാനം പിന്നെ കൈകൊട്ടിക്കളി. ഓ, ഇനി മുത്തശ്ശൻ എന്തിനൊക്കെയാ പങ്കെടുക്കുന്നേ? ഞാനൊക്കെ ഇപ്പൊ എന്ത് പങ്കെടുക്കാനാ? ചെറുപ്പക്കാരുടെ കൂടെ വയസ്സായുള്ള ആള് ഒക്കെ വിഷമ ഒക്കെ ഞരിക്കും. ഇതില് സൂപ്പർ സീനിയറിന്റെ ഉണ്ട്. സൂപ്പർ സീനിയറിന്റെ ഉണ്ട്. എന്നാ ഞാനും ഒന്ന് നോക്കണം വിചാരിക്കണ്ട്. മുത്തശ്ശൻ എന്തായാലും പങ്കെടുക്കണം. അതാ പറഞ്ഞത്. ഞാനും ഒന്നൊന്നോ വിചാരിക്കണ്ട്, നോക്കണോ വിചാരിക്കണ്ട്. നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്തോരാ. എൻ്റെ കാലത്തൊന്നും അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എല്ലാം ആ കുളപ്പരയിലോ അല്ലെങ്കിൽ പൂമോത്തോ കേട്ടാൻ കഴിയും. അത്രേ ഉണ്ടാവുള്ളൂ.